രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കാവുന്ന അടിയന്തരാവസ്ഥയുടെ ഇരകൾ, അടിയന്തരാവസ്ഥയുടെ ഉൽപ്പന്നങ്ങൾ, അവർ രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാതിരുന്നെങ്കിൽ ഇവരാരും വേട്ടയാടപ്പെടുകയോ ഇരകളാക്കപ്പെടുകയോ ജയിലിലടക്കപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല. ജയപ്രകാശ് നാരായണനും വാജ്പേയിയും LK അദ്വാനിയും EMSും ഹർകിഷൻ സുർജിത്തും അടക്കമുള്ള എല്ലാ നേതാക്കളും ജയിലിലടക്കപ്പെട്ട ഒരു കാലമായിരുന്നു അടിയന്തരാവസ്ഥ കാലം. 50 വർഷം പിന്നിടുകയാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 50 വർഷം പിന്നിടുകയാണ്. അപ്പോൾ ഉയരുന്നൊരു ചോദ്യം, അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിൽ, അടിയന്തരാവസ്ഥ എന്ന കറുത്ത നാളുകളിലൂടെ ഇന്ത്യ കടന്നു പോയിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ പോലീസ് പീഡനങ്ങൾ നേരിട്ടും അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നയിച്ചും ഒളിവിലും തെളിവിലും കഴിഞ്ഞും ഒക്കെയാണ് ഇവരെല്ലാം തന്നെ നേതാക്കളായി മാറിയത്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര തലമുറ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര കാലത്തിന് ശേഷം വന്ന ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം തന്നെയായിരുന്നു അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരം. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടക്കുകയും കിരാതമായ മർദ്ദനത്തിനിരയാവുകയും അന്ന് ഏറ്റ പോലീസ് പീഡനങ്ങൾ അതിൻ്റെ തെളിവ് സഹിതം രക്തം പുരണ്ട കുപ്പായവുമായി നിയമസഭയിൽ എത്തുകയും ചെയ്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ 9 കൊല്ലത്തിലേറെയായി അദ്ദേഹം കേരളം ഭരിക്കുമ്പോൾ നമ്മുടെ പോലീസ് എങ്ങനെയാണ് ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ KSU പ്രവർത്തകരെ കൈവിലങ്ങണിയിച്ച് അവരുടെ മുഖം കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കി. കോടതി പോലും ഈ രംഗം കണ്ട് ഞെട്ടിപ്പോയി. കോടതി അതിൽ ഉള്ള പ്രതിഷേധം പോലീസിനെ അറിയിക്കുകയും പോലീസിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു. കൊലയാളികളോ തീവ്രവാദികളോ ഒന്നുമല്ല കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU. അപ്പോൾ KSU പ്രവർത്തകർ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്തിനാണ് കൈവിലങ്ങ് അണിയിച്ചത്? എന്തിനാണ് അവരുടെ മുഖം കറുത്ത തുണി കൊണ്ട് മറച്ചു കെട്ടിയത്? ബലാത്സംഗ കേസിലെ പ്രതികളെ പോലും മുഖം മറയ്ക്കാതെ കോടതിയിൽ ഹാജരാക്കുന്ന കേരള പോലീസിനെ നാം കണ്ടിട്ടുണ്ട്. തീവ്രവാദികൾ പോലും അവരുടെ കയ്യിലുള്ള തുണി കൊണ്ടാണ് പലപ്പോഴും സ്വന്തം മുഖം മറയ്ക്കുക. അപ്പോൾ കൊള്ളക്കാരെ പോലെ, പിടികിട്ടാപ്പുള്ളികളെ പോലെ, തീവ്രവാദികളെ പോലെ വിദ്യാർത്ഥി നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ പോലീസ്, അതുപോലെ തന്നെ ലോക്കപ്പ് മർദ്ദനങ്ങൾ, എന്തെല്ലാം തരം മർദ്ദനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ 2012 DYFI പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം പുറത്തു വന്നു. അതിനുശേഷം 16 മുതൽ ഈ 9 വർഷത്തെ കാലയളവിൽ പിണറായി പോലീസ് എത്ര പേരെ മർദ്ദിച്ചു, എത്ര ലോക്കപ്പ് മരണങ്ങൾ കേരളത്തിലുണ്ടായി. മുടി വളർത്തിയതിൻ്റെ പേരിൽ പോലീസ് പീഡനത്തെ തുടർന്ന് മരണപ്പെട്ട വിനായകൻ, അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഏതാണ്ട് 18ഓളം പേരാണ് കസ്റ്റഡി മർദ്ദനത്തിനെ തുടർന്ന് കേരളത്തിൽ മരണമടഞ്ഞത്. ഒരു കാലത്ത് കസ്റ്റഡി മർദ്ദനം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ കുറ്റമായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന P. രാജൻ, ഈശ്വര വാര്യരുടെ മകൻ P. രാജനെ ഉരുട്ടിക്കൊന്ന സംഭവമാണ് ഇന്നും കോൺഗ്രസിനെ, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന
മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോനെ, ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനെ എല്ലാം വേട്ടയാടുന്നത്. അപ്പോൾ രാജനെ ജയറാം പടിക്കലും പുലിക്കോടൻ നാരായണനും ഉൾപ്പെടെയുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത വിവരം അറിഞ്ഞിരുന്നില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതിൻ്റെ പേരിലാണ് പിന്നീട് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ പോലീസ് പീഡനങ്ങളും ലോക്കപ്പ് മർദ്ദനങ്ങളും അതീവ ഗൗരവത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷേ ഇന്ന് പോലീസ് എന്തെല്ലാമാണ് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം കൊല്ലം ആ പ്രദേശത്തുനിന്ന് വന്ന ഒരു വാർത്ത അധോവായു വിട്ടതിൻ്റെ പേരിൽ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ചൊരു തൊഴിലാളിയെ പോലീസ് മർദ്ദിച്ചു എന്നാണ്. ആലോചിച്ച് നോക്കൂ, അധോവായു വിടാനുള്ള സ്വാതന്ത്ര്യം പോലും കേരളത്തിൽ ഇല്ലാതെ വന്നിരിക്കുകയാണോ? ഇപ്പോൾ ഒ വി വിജയൻ്റെ ധർമ്മപുരാണത്തിലെ കഥാപാത്രത്തിൻ്റെ അധോവായു ശ്വസിച്ച് അതിന് സുഗന്ധമാണെന്ന് പറഞ്ഞ അവസ്ഥ നമുക്ക് മനസ്സിലാവും. കാരണം രാജഭരണകാലത്ത് രാജാക്കന്മാരെയും ജനാധിപത്യ ഭരണകാലത്ത് അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെയും എല്ലാം പുകഴ്ത്താനും സ്തുതി പാടാനും മാത്രം അറിയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. പക്ഷേ ഈ രണ്ടാം ഭരണം പൂർത്തിയാക്കി മൂന്നാം ഊഴം കിട്ടും എന്ന പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ പുറത്തു വരുന്ന പോലീസ് പീഡനങ്ങൾ ഒരിക്കലും ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. ഇത്രയും വലിയ സംഭവങ്ങൾ പുറത്തു വന്നിട്ടും അതിനെതിരെ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ CPI പോലെ ഭരണത്തിലെ രണ്ടാം കക്ഷി തയ്യാറാവുന്നില്ല. അവരുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നപ്പോൾ പ്രവർത്തകർ പോലീസ് പീഡനങ്ങൾക്കെതിരെ, ലോക്കപ്പ് മർദ്ദനങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടും ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു തീരുമാനമെടുക്കാനോ അത് നടപ്പിലാക്കണം, ഇനി ലോക്കപ്പ് മർദ്ദനങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രിയോടും CPM-നോടും ആവശ്യപ്പെടാൻ പോലും ഉള്ള ശക്തി CPIക്ക് ഇല്ലാതായിപ്പോയിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, CPI നേതാക്കൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് പാർട്ടി സെക്രട്ടറിമാരായിരുന്ന CK ചന്ദ്രപ്പൻ അടക്കമുള്ളവർ EK നയനാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ പോലും ഉൾമുനയിൽ നിർത്തിക്കൊണ്ട് ശരിയായ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സെക്രട്ടറിമാർ ഇരുന്ന കസേരയിലാണ് ഇന്നിപ്പോൾ ബിനോയ് വിശ്വം ഇരിക്കുന്നത്. അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ 8-ലേറെ നക്സലൈറ്റുകൾ വെടിവെച്ച് കൊല്ലപ്പെട്ടു. നിലമ്പൂരിലും അട്ടപ്പാടിയിലുമായി 8-ലേറെ നക്സലൈറ്റുകളാണ് വെടിവെച്ച് കൊല്ലപ്പെട്ടത്. പുറകിൽ നിന്നാണ് വെടിവെച്ചതെന്ന ആരോപണം പുറത്തു വന്നിരുന്നു. മുൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന CPI സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ നിലമ്പൂരിലെ വെടിവെപ്പിനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ചികിത്സയ്ക്കും കീഴടങ്ങാനുമായി വന്ന നക്സലൈറ്റുകളെയാണ് വെടിവെച്ചു കൊന്നത് എന്ന ആരോപണം പോലും ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഒരു പോലീസ് രാജിന് സമാനമായ ഭരണം എങ്ങനെയാണ് അടിയന്തരാവസ്ഥയുടെ ഉൽപ്പന്നങ്ങളായ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ചും അതിൻ്റെ ഇരയായി വളർന്നു വന്ന പിണറായി വിജയന് എങ്ങനെ ഇതിന് കഴിയുന്നു? പഴയ വിജയനല്ല പുതിയ വിജയൻ എന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. അപ്പോൾ പഴയ വിജയനായിരുന്നോ ഭേദം? അതേ പുതിയ വിജയൻ എന്താണ് സംഭവിച്ചിരിക്കുന്ന മാറ്റം? എല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം മോദി സർക്കാർ ഫാസിസ്റ്റാണ്, BJP നടത്തുന്നത് ഫാസിസമാണ് എന്ന് CPI പറയുമ്പോൾ അത് ഫാസിസത്തിലേക്കുള്ള ചുവടുവെപ്പാണ്, അതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്നാണ് CPM പറയുന്നത്. അപ്പോൾ ഇരു കൂട്ടരും ഒന്ന് വ്യക്തമാക്കണം, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ, കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും പുറത്തു വരാത്ത സംഭവങ്ങളാണ്.